കെ സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത് കോഴിക്കോടാണ്. കോഴിക്കോട് നിന്നും രാഹുൽ കെ വി ചേരുന്നു. രാഹുൽ കെ വി, ഗുഡ് മോർണിംഗ്. കെ സുരേന്ദ്രൻ വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്താനുള്ള വരിയിലാണോ നിൽക്കുന്നത്? ഇനിയും ഏറെ പേരുണ്ടോ? തിരക്കുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും സാമാന്യം നല്ല തിരക്ക് തന്നെയാണ് ഈ ആദ്യ മണിക്കൂറിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്തോളി പഞ്ചായത്തിലെ മൊടക്കല്ലൂർ AP സ്കൂളിലാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് 1-ാം വാർഡിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. ഏതായാലും ജില്ലയെ സംബന്ധിച്ച് പൊതുവെ എല്ലായിടത്തും നല്ല തിരക്ക്, നല്ല പ്രായമുള്ള ആളുകൾ പോലും ആദ്യ മണിക്കൂറിൽ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്ക് ഇവിടെ ഈ സ്കൂളിലാകെ 4 ബൂത്തുകളാണുള്ളത്. ഈ 4 ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ, ഈ സ്കൂളിലല്ല, ഇവിടെയുള്ള ബൂത്തുകളിലല്ല, മറ്റു സ്ഥലങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും വോട്ടിംഗ് മെഷീൻ തകരാറായത് ആദ്യ ഒരു മണിക്കൂറിൽ പ്രതിസന്ധിയാകുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഏതായാലും നടന്നു വരികയും ചെയ്യുന്നുണ്ട്. 731 സെൻസിറ്റീവ് പോളിംഗ് സ്റ്റേഷനുകൾ കോഴിക്കോട് ജില്ലയിൽ ആകെയുണ്ട്. അതിൽ കൂടുതലും 600-ലധികം കോഴിക്കോട് റൂറലിലാണ് പോലീസ് പരിധിയിൽ. ആ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ പോലീസ് സാന്നിധ്യമൊക്കെ ഏർപ്പെടുത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും മുന്നണികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ ഉള്ള അത്തോളി പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അത് നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ പരമാവധി UDF ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് LDF തുടർച്ചയായി ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. അങ്ങനെ ആ ഭരണം LDF ഇത്തവണ കൊണ്ടുപോകുമെന്നൊരു ആത്മവിശ്വാസം LDFിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇവിടെ VIP എന്നത് കെ സുരേന്ദ്രൻ തന്നെയാണ്. അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിന് ഒരല്പം തൊട്ടിപ്പുറത്തേക്ക് ക്യാമറ ഒന്ന് തിരിച്ചാൽ നമുക്ക് കാണാനും കഴിയും. 1-ാം വാർഡിൽ തന്നെയുള്ള 1-ാം ബൂത്താണ്. അവിടെയും നല്ല തിരക്കാണ്. രാവിലെ തന്നെ വന്നു അല്ലേ? അതെ, രാവിലെ തന്നെ വന്നു. ആണോ, ഒരു ശീലമാണോ? അല്ല, സാധാരണ എല്ലാ വർഷവും രാവിലെ തന്നെ വരാറുണ്ട്. രാവിലെ വന്നാലും തിരക്ക് കുറയുമെന്ന് വിചാരിക്കുക. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കായി. എല്ലാ ദിവസവും തിരക്ക് തന്നെ. പെട്ടെന്ന് തീർത്തിട്ട് പോകാന്നായിരുന്നു ഉദ്ദേശിച്ചത്. അതെ, അത് ഉദ്ദേശിച്ചാണ് വന്നത്. അപ്പം ഇവിടെ കുടുങ്ങി ഇത്ര നേരം നിൽക്കേണ്ടി വന്നു. എന്താ നിന്നിരുന്നു പോവാനാ? അല്ല, ഒന്നുമില്ല, ഇരുന്നേ ഉള്ളൂ. നിന്നിട്ട് ഇരുന്നു പോയതാണോ? അല്ല, ഇവിടെ ഇരുന്നത്. എങ്ങനെയുണ്ട് പൊതുവെ തന്നെ? പോകുന്നുണ്ട്. രാവിലെ തന്നെ നല്ല ചൂടാ അല്ലേ? മീൻസ് ഇലക്ഷൻ ചൂട്. അല്ലാത്ത ചൂട് വരാൻ പോകുന്നു. ഇലക്ഷൻ ചൂട് മാത്രമേ ഉള്ളൂ. നല്ല തിരക്കാ. അവിടെ കണ്ടില്ല, ഈ ബൂത്തിൽ ഭയങ്കര, അല്ലെങ്കിലും ദിവസവും നല്ല തിരക്ക് തന്നെ ഉണ്ടാകും. കുറയലൊന്നുമില്ല. രാവിലെ നല്ല തിരക്ക്, ഉച്ചയ്ക്ക് സകലം കുറയുന്നേ ഉള്ളൂ. ഇത്രയും വോട്ടർമാരുണ്ടല്ലോ. രാവിലെ തന്നെ വോട്ട് ചെയ്തതിന് വേറെ പരിപാടികളുണ്ടോ? എന്തെങ്കിലും വേറെ പരിപാടിക്ക് പോകല്ല, വോട്ടർമാരെ കൊണ്ടുവരാനുണ്ട്. നോക്കണ്ടേ, ചെക്ക് ചെയ്യണം. അങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ട്. ശരി. കുറെ നേരം ആയാ നിൽക്കുന്നത്? അരമണിക്കൂർ. രാവിലെ തന്നെ ഇതാ തുടങ്ങിയിട്ട് കുറച്ചു നേരം ആയുള്ളൂ. വന്നപ്പോ തന്നെ നിൽക്കല്ലേ? അരമണിക്കൂർ കഴിഞ്ഞു പോണെങ്കിൽ. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ്. രാഹുൽ KV ആണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അരമണിക്കൂറായി അവരൊക്കെ നിൽക്കുകയാണെന്നാണ് രാഹുൽ പറയുന്നത്.